നമസ്കാരം. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള പ്രലോഭനമാണ് പഠിക്കുന്നത്. 3ാമത്തെ യൂണിറ്റ് ആണിത്. സംഘർഷങ്ങൾ, സങ്കീർത്തനങ്ങൾ. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളും സന്നിഗ്ധതകളുമാണ് സാഹിത്യകാരന്മാരുടെ അവരുടെ സൃഷ്ടികളിലേക്ക് പകർത്തുന്നത്. അപ്പോൾ എഴുത്തുകാരുടെ മനസ്സിലുള്ള ചിന്തകളും വ്യാപാരങ്ങളും എല്ലാം തന്നെ മികച്ച കലാസൃഷ്ടികൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. അത്തരത്തിലെ ഏറ്റവും മികച്ച 3 കൃതികൾ തന്നെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ്. അതിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള പ്രലോഭനമാണ് പഠിക്കുന്നത്. പ്രലോഭനം നളചരിതം ആട്ടക്കഥയിലെ കുറച്ചു ഭാഗമാണ്. നളചരിതം ആട്ടക്കഥ അറിയാം, ഉണ്ണായി വാര്യർ എഴുതിയതാണ്, കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എക്സാം പോയിന്റിന്റെ ഗൈഡ് നോക്കാവുന്നതാണ്. എക്സാം പോയിന്റിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ വിശദ വിവരങ്ങളും അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക. കുറേ ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങളുടെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് നല്ല ചില സന്ദേശങ്ങൾ നൽകുന്ന ഒരു പാഠഭാഗം കൂടിയാണ് പ്രലോഭനം. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ണായി വാര്യരെ പറ്റി ഒന്ന് പരിചയപ്പെടാം. പ്രശസ്തനായിട്ടുള്ള കവിയും ആട്ടകൃതാകൃത്തും എന്നീ രീതിയിൽ ഇങ്ങനെ തിളങ്ങിയ വ്യക്തിയാണ് ശ്രീ ഉണ്ണായി വാര്യർ. ക്രിസ്തുവർഷം 1682-നും 1759-നും ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്ന് പരക്കെ വിശ്വസിച്ചു പോരുന്നു. തൃശൂർ ജില്ലയിലെ ഇന്നത്തെ ഇരിങ്ങാലക്കുടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. സംസ്കൃതത്തിലും ജ്യോതിശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും വ്യാകരണത്തിലും അദ്ദേഹം പാണ്ഡിത്യം നേടുകയുണ്ടായിരുന്നു. കുംഭകോണം, തഞ്ചാവൂർ, കാഞ്ചീപുരം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് അദ്ദേഹം സംഗീതവും പഠിക്കുകയുണ്ടായിരുന്നു. ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ രാമപഞ്ചശക്തി, ഗിരിജാ കല്യാണം, ഗീതാ പ്രബന്ധം, നളചരിതം ആട്ടക്കഥ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളായി കണക്കാക്കുന്നത്. കേരളത്തിന്റെ ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ഒരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളിയുടെ ഉത്ഭവ ചരിത്രം നമുക്കൊന്ന് പെട്ടെന്ന് അറിഞ്ഞു വരാം. അതിനു മുമ്പ് നമുക്ക് കൃഷ്ണനാട്ടം എന്താണെന്ന് അറിയണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. കോഴിക്കോട് മാനവേദ രാജാവാണ് കൃഷ്ണനാട്ടം രൂപപ്പെടുത്തിയത്. ഇത് ജയദേവരുടെ ഗീതാ ഗോവിന്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 8 ദിവസം എടുത്ത് കളിക്കുന്ന കൃഷ്ണനാട്ടത്തിന് വലിയ ചിലവ് കൂടുതലാണ്. ഇത് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൃത്ത പ്രധാനമാണ്. നൃത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. സംസ്കൃത ഭാഷയ്ക്കും ഇത് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നു. ഇതിനെ തുടർന്നുള്ള അല്ലെങ്കിൽ കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ് കഥകളിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കലാരൂപം തന്നെയാണ് കൃഷ്ണനാട്ടം. ശാസ്ത്രീയ കലാരൂപമാണ് കൃഷ്ണനാട്ടം എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു കലാരൂപം കാണാൻ ആഗ്രഹിച്ച കൊട്ടാരക്കര തമ്പുരാൻ മാനവേദ രാജാവിനോട് കൃഷ്ണനാട്ട സംഘത്തെ കൊട്ടാരക്കരയിലേക്ക് അയക്കാനായിട്ട് പറയുന്നു. എന്നാൽ കൊട്ടാരക്കരക്കാർക്ക് കൃഷ്ണനാട്ടം കാണാനുള്ള പ്രാപ്തി ആയിട്ടില്ലെന്ന് രാജാവ് പറയുകയുണ്ടായിരുന്നു. ദൂതനെ പരിഹസിച്ച് അയക്കുകയാണ് മാനവേദ രാജാവ് ചെയ്തത്. ഇതിൽ വാശി പൂണ്ട കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം എന്ന ഒരു കലാരൂപം നൽകി. രാമനാട്ടം എന്ന് പറഞ്ഞ ഒരു 8 ദിവസം കൊണ്ട് തന്നെ ആടി തീർക്കുന്ന ഒരു ശാസ്ത്രീയ കലാരൂപമാണ്. കൃഷ്ണനാട്ടത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ചെലവ് കുറഞ്ഞൊരു കലാരൂപമാണ്. അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യമുള്ള മണിപ്രവാള ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചു പോന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ എണ്ണവും വളരെയധികം കൂടുതലായിരിക്കും. കൃഷ്ണനാട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ കൂടിയാട്ടത്തിൽ നിന്നും ചില അംശങ്ങൾ സ്വീകരിച്ച് രാമനാട്ടം എന്ന കലാരൂപം പിന്നീട് കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടിട്ടാണ് കഥകളി ഉണ്ടാകുന്നത്. ഇതില് മുഖ്യ പങ്ക് വഹിച്ചത് വെട്ടത്ത് രാജാവായിരുന്നു. എന്താണ് ആട്ടക്കഥ? സിനിമയും തിരക്കഥയും തമ്മിലുള്ള അതേ ബന്ധമാണ് ആട്ടക്കഥയ്ക്കും കഥകളിക്കുമുള്ളത്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഒട്ടനവധി ആട്ടക്കഥകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തം എന്ന് പറയുന്നത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയാണ്. ആട്ടക്കഥാ സാഹിത്യത്തില് എന്തുകൊണ്ടും പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതി എന്ന് പറയുന്നത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയാണ്. 4 ദിവസം കൊണ്ട് ആടി തീർക്കുന്ന മട്ടിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. മഹാഭാരതം വനപർവ്വത്തിൽ 52 മുതൽ 79 വരെയുള്ള 28 അധ്യായങ്ങളിലായി ചിത്രീകരിക്കപ്പെട്ട നളോപാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നളചരിതം ആട്ടക്കഥ രചിച്ചിട്ടുള്ളത്. വനവാസകാലത്ത് പാണ്ഡവർക്ക് ബൃഹദേശ്വരൻ എന്ന മുനി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നളോപാഖ്യാനം.
നേരത്തെ പറഞ്ഞതുപോലെ നളചരിതം 4 ദിവസം കൊണ്ടാണ് ആടി തീർക്കുന്നത്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, അങ്ങനെയാണ് ഇതിന്റെ ഭാഗങ്ങൾ വരുന്നത്. 2-ാം ദിവസത്തിൽ നിന്നും എടുത്ത ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, പ്രലോഭനം എന്ന് പറഞ്ഞ പാഠഭാഗം. മലയാളത്തിലെ ശാകുന്തളം എന്ന് നളചരിതം ആട്ടക്കഥയെ ശ്രീ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചിട്ടുണ്ട്. പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിന്റെ കഥയൊന്ന് നമുക്ക് നോക്കാം. നളചരിതം ആട്ടക്കഥയുടെ ആകെ ഒരു കഥ. പരസ്പരം കാണാതെ മറ്റുള്ളവർ പറഞ്ഞ കഥകൾ കേട്ട് ഇഷ്ടത്തിലായവരാണ്, പ്രണയത്തിലായവരാണ് വിദർഭ രാജ്യത്തെ ഭീമസേന മഹാരാജാവിന്റെ മകളായ ദമയന്തിയും അതുപോലെ തന്നെ നിഷധ രാജ്യത്തെ രാജാവായിട്ടുള്ള നളനും. ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിച്ചപ്പോൾ നളൻ, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരും സ്വയംവരത്തിനെത്തിയിരുന്നു. സ്വയംവരത്തിൽ പക്ഷേ ബാക്കി എല്ലാവരെയും തഴഞ്ഞുകൊണ്ട് ദമയന്തി നളനെയാണ് ഭർത്താവായി സ്വീകരിച്ചത്. വിവാഹം കഴിഞ്ഞു മടങ്ങുന്ന ദേവന്മാർ വഴിയിൽ വെച്ച് കലിയുമായി കണ്ടുമുട്ടുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്നും ദേവന്മാരെ പരിഗണിക്കാതെ വെറും മനുഷ്യരായിട്ടുള്ള നളനെ ദമയന്തി വിവാഹം കഴിച്ചതില് വല്ലാതെ കുപിതനാവുകയാണ് കലി. എങ്ങനെയും അവരെ പിണക്കി അയക്കുമെന്ന് അല്ലെങ്കിൽ പിണക്കി മാറ്റുമെന്ന്, ആ ബന്ധം വേർപെടുത്തുമെന്ന് കലി ശപഥം ചെയ്യുകയാണ്. അങ്ങനെ സുഹൃത്തായിട്ടുള്ള ദാപരനെയും കൂട്ടി നളന്റെ രാജധാനിയിൽ എത്തുന്ന കലി നളന്റെ അനുജനായിട്ടുള്ള പുഷ്കരനെ വശത്താക്കി അയാളെ പ്രലോഭിപ്പിച്ച് തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് പ്രസ്തുത പാഠത്തിലുള്ളത്. പുരാണത്തിലെ ഏറെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കലി എന്ന് പറയുന്നത്. പാപത്തിന്റെ ദേവൻ എന്നാണ് കലിയെ അറിയപ്പെടുന്നത്. ബ്രഹ്മാവിന്റെ മകനായ കശ്യപ പ്രജാപതിക്ക് മുനി എന്ന് പറഞ്ഞ ഭാര്യയിൽ ജനിച്ച 15ാമത്തെ പുത്രനാണ് കലി. ഇവിടെ കലി നളന്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. പ്രലോഭനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ആ പ്രലോഭനങ്ങളിൽ ഒന്നും തന്നെ വഴിപ്പെടാതെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്, വാക്കുകൾ അല്പം കടുകട്ടിയാണ്. അപ്പോ ചാപ്റ്ററിലേക്ക് കടക്കാം. മാരുതനാശി ധന്യാസി ചെമ്പട. ശ്ലോകം 5. കോപമത്സര വശംവദ കലിർ ദ്വാപരേണ സഹമേധിനീം ഗതഃ സ്വാപദേ സ്വയമ ചോദയജളം സ്വാപദേയ ഹരണായ പുഷ്കരം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓരോ വാക്കുകള്. കോപമത്സര വശംവദ എന്ന് പറഞ്ഞാൽ കോപത്തിനും മത്സരത്തിനും കീഴ്പ്പെട്ട എന്നർത്ഥം. ദ്വാപരേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ദ്വാപരനൊപ്പം. ഗധ എന്ന് പറഞ്ഞാൽ അർത്ഥം പോയിട്ട്. ഓരോ വാക്കുകളൊന്ന് കുറിച്ചു വയ്ക്കുക. അതുപോലെ ജളൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വിഡ്ഢി എന്നാണ്. അതുപോലെ മേദിനി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. അചോദയ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു. അതുപോലെ സ്വാപതേയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്നാണ്. അതുപോലെ തന്നെ സ്വാപതേ മറ്റൊരു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അർത്ഥം വരുന്നത് തനിക്കു തന്നെ ആപത്ത് എന്നുള്ള ഇതിലാണ്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്. കോപത്തിനും മത്സരത്തിനും കീഴ്പ്പെട്ട കലി ദ്വാപരനോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നു. പുഷ്കരന് തന്നെ ആപത്തായി തീരാവുന്ന തരത്തിൽ അന്യൻ എന്ന് പറഞ്ഞ നളന്റെ ധനത്തെ അപഹരിക്കാനായി മണ്ടനായിട്ടുള്ള പുഷ്കരനെ കലി പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ. നളനെയും ദമയന്തിയെയും പിണക്കി അകറ്റാനാണ് ഭൂമിയിലേക്ക് ദ്വാപരനോടൊപ്പം കലി എത്തുന്നത്. അതിന് കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞത് നളന്റെ അനുജനായിട്ടുള്ള പുഷ്കരനെ തന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. താൻ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായി പുഷ്കരനെ ഉപയോഗിച്ചുകൊണ്ട് നളന്റെ അധികാരം ഇല്ലാതാക്കാൻ കലി ശ്രമിക്കുകയാണ് ഇവിടെ. പുഷ്കരനെ കാണാൻ ഭൂമിയിലെത്തിയ കലി നളന്റെ അധികാരത്തെ അപഹരിക്കാനായി മണ്ടനായിട്ടുള്ള വിഡ്ഢിയായിട്ടുള്ള പുഷ്കരനെ പ്രേരിപ്പിക്കുകയാണ്. വിഡ്ഢി ആയതുകൊണ്ട് തന്നെ ഇത് തനിക്ക് തന്നെ ആപത്തായി വരുമെന്ന് മനസ്സിലാക്കാനായിട്ട് പുഷ്കരന് കഴിയുന്നുമില്ല. കലി അപ്പോൾ ദ്വാപരനോടൊപ്പം പുഷ്കരനെ കാണാനായിട്ട് എത്തുകയാണ്. ആ ഭാഗത്തിലേക്ക് കിടക്കാം. അരികിൽ വന്നു നിന്നതാരെന്ത് അഭിമതം അഖിലമാശു ചൊൽക. അരികിൽ വന്നു നിന്നതാരെന്ത് അഭിമതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആശു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, പെട്ടെന്ന് എന്നർത്ഥം. അഖിലം എന്ന് പറഞ്ഞാൽ അർത്ഥം മുഴുവൻ എന്നാണ്. അരികിൽ വന്ന് നിന്നതാരാണ്, എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നാണ്. ആഗ്രഹം എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എല്ലാം വേഗത്തിൽ പറയുക എന്നാണ് പുഷ്കരൻ പറയുന്നത്. കലിയോടും ദ്വാപരനോടും എന്റെ അടുത്ത് വന്നത് ആരാണെന്ന് പുഷ്കരൻ ചോദിക്കുകയാണ് ഇവിടെ. വന്നതാരാണെന്ന് അറിയാനായിട്ട് പുഷ്കരൻ തിരിഞ്ഞു നോക്കുന്നില്ല.
തനിക്ക് അധികാരമില്ലാത്തതിനാൽ തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു പുഷ്കരന്. അതുകൊണ്ട് തന്നെ തേടി ആരും വരില്ലെന്ന് അയാൾക്ക് ഉറപ്പാണ്. എങ്കിലും വന്ന രണ്ടുപേര് തൻ്റെ അടുത്ത് നിന്നതുകൊണ്ട് തന്നെ കാണാൻ വന്നതാണെന്ന് പുഷ്കരൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുഷ്കരൻ എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുഷ്കരനെ അറിയാം തനിക്ക് വലിയൊരു ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേഗം പറഞ്ഞിട്ട് പോവുക എന്നുള്ള ഒരു രീതിയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. എന്നാൽ പുഷ്കരൻ അവരെ സംബന്ധിച്ച് ഒന്നും അറിയാനായിട്ടും താല്പര്യമില്ല. പറയാനുള്ള കാര്യം വേഗം പറഞ്ഞ് പോകൂ എന്നുള്ള നിലപാടാണ് ഉണ്ടായിരുന്നത്. വിസ്തരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ സമയം കളയണ്ട എന്നാണ് അയാൾ പറയുന്നത്. അതൊരു പല്ലവി ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട്. ആദ്യം വളരെ സ്പീഡിലാണ് പറയുന്നതെങ്കിലും പിന്നീട് അല്പം കൂടി മയത്തിൽ അയാൾ പറയുന്നുണ്ട്. ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ താൻ ഒന്നുമല്ല എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുന്ന അല്പം മണ്ടനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇവിടെ പുഷ്കരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. പല്ലവിയാണ് കഴിഞ്ഞത്. നമുക്കിനി അനുപല്ലവിയിലേക്ക് കിടക്കാം. അറികയില്ലെങ്കിലും അഭിമുഖന്മാരെ കണ്ടൻ മനതാരിലുണ്ടൊന്നുന്മിഷിതം ചടിതി. പല്ലവി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അരികിൽ വന്നു നിന്നതാരൻ അഭിമതം അഖിലമാശു ചൊൽക. ഇവിടെ അറികയില്ലെങ്കിലും അഭിമുഖന്മാരെ കണ്ടൻ. അഭിമുഖന്മാർ എന്ന് പറഞ്ഞ ആരൊക്കെയാണ്? ദ്വാപരനും അതുപോലെ തന്നെ കലിയുമാണ്. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നു മനതാരിലുണ്ട് ഉന്മിഷിതം ചടിതി. മനതാര് മനസ്സെന്നർത്ഥം. ഉന്മിഷിതം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകാശിക്കൽ എന്നാണ്. ചടിതി എന്ന് പറഞ്ഞാൽ അർത്ഥം വേഗത്തില്. അടുത്തു വന്നു നിന്നത് ആരാണെന്ന് അറിയില്ലെങ്കിലും തനിക്ക് അഭിമുഖമായി വന്നവരെ കണ്ട് മനസ്സിൽ ഒരു തെളിച്ചമുണ്ടാവുകയാണ് പുഷ്കരന്. സാധാരണയായി പുഷ്കരനെ കാണാനായിട്ട് ആരും വരാറില്ല. എല്ലാവരും തന്നെ നളനെ കാണാനായിട്ടാണ് വരുന്നത്. തന്നെ ആദ്യമായിട്ട് രണ്ടുപേര് കാണാൻ വന്നപ്പോൾ അയാളുടെ മനസ്സിൽ വല്ലാത്തൊരു മിന്നലാട്ടം ഉണ്ടാവുകയാണ്. തന്നെ കാണാനായിട്ട് ചിലർ വന്നു എന്നത് പുഷ്കരനെ സംബന്ധിച്ച് വല്ലാത്ത ഒരു ഉണർവ് നൽകുന്നതാണ്. ആദ്യം സംസാരിക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒന്ന് ചിന്തിച്ചപ്പോഴാണ് രണ്ടുപേര് വന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ ഒരല്പം ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ആ വരികളാണ് പല്ലവി റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഭാവത്തിൽ മാറ്റം ഉണ്ടാവുകയാവുന്നു. ആദ്യം വേഗത്തിൽ പറയൂ എന്ന് പറയുന്നത് അല്പം കൂടി ഒന്ന് മയത്തിലാണ് ഇപ്പോൾ പുഷ്കരൻ പറയുന്നത്. പല്ലവിക്കും അനുപല്ലവിക്കും ശേഷം ഇനി ചരണമാണ്. ആദ്യ ചരണം നമുക്ക് നോക്കാം. ധരണിയിലുള്ള പരീക്ഷകൾ നളനെ ചെന്ന് കാണും, അവർക്ക് വേണ്ടും കാര്യം നളനും സാധിപ്പിക്കും, ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണാൻ. പല്ലവി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഈ വാക്കുകളിൽ പുഷ്കരൻ കലിയോടും അതുപോലെ തന്നെ ദ്വാപരനോടും ചില കാര്യങ്ങൾ പറയുകയാണ്. ഭൂമിയിലുള്ള മനുഷ്യർ എന്ത് കാര്യത്തിനു വേണ്ടിയും നളനെ ചെന്ന് കാണും. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നളനാണെങ്കിൽ സാധിച്ചും കൊടുക്കും. ഒരാൾ പോലും എന്നെ കാണാൻ ദൂരത്ത് നിന്ന് വരാറില്ല എന്നാണ് പുഷ്കരൻ പറയുന്നത്. ഭൂമിയിലുള്ളവര് നളനോട് മാത്രമേ അവരുടെ കാര്യങ്ങൾ പറയൂ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നളൻ ചെയ്തു കൊടുക്കും. എൻ്റെ അടുത്ത് ആരും വരുന്നില്ല. ശരിക്കും എല്ലാ തരത്തിലും ആരും വരാത്തതിലുള്ള ഒരു സങ്കടം അയാളുടെ മനസ്സിലുണ്ട്. മാത്രമല്ല എല്ലാ അധികാരങ്ങളും സമ്പത്തുമുള്ള നളനോടുള്ള അസൂയയും പുഷ്കരനിൽ നിറയുന്നതായിട്ട് നമുക്ക് ഈ വരികളിൽ ദർശിക്കാൻ കഴിയും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ ചരണം. നമുക്കില്ല നാടും നഗരവും കുടയും ചാമരവും അമിത്ര വീരന്മാരെ അമർക്കും വൻപടയും ബാഹുജനൻ എന്നുള്ളതേ നമുക്കൊന്നുള്ളൂ മുറ്റും. ഇവിടെ അമിത്ര വീരന്മാർ എന്ന് പറഞ്ഞാൽ ശത്രുക്കളായിട്ടുള്ള വീരന്മാരർത്ഥം. ബാഹുജൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ്. ക്ഷത്രിയ കുലത്തിലെ അംഗമാണ് പുഷ്കരനും അതുപോലെ തന്നെ നളനുമെല്ലാം തന്നെ. അമർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്തുക എന്നാണ് അർത്ഥം. നമുക്കില്ല നാടും നഗരവും കുടയും ചാമരവും എന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരമുള്ള നാടുമില്ല നഗരവുമില്ല, അധികാര ചിഹ്നങ്ങളായിട്ടുള്ള കുടയും ചാമരവും ഇല്ല എന്നാണ് ഈ വരിയിൽ പറയുന്നത്. അമിത്ര വീരന്മാരെ, ശത്രുക്കളായിട്ടുള്ള വീരന്മാരെ, അമർക്കും വൻപടയും, ശത്രുക്കളെ അടിച്ചമർത്താനുള്ള വലിയ സൈന്യവും എനിക്കിന്നില്ല. ബാഹുജൻ എന്നുള്ളതേ നമുക്കെന്നുള്ളൂ മുറ്റും. ക്ഷത്രിയൻ എന്നുള്ള ഒരു പേര് മാത്രമേ തനിക്കുള്ളൂ എന്നാണ് പറയുന്നത്. താൻ പറയുന്നത് ഇത്രയും എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഈ ഒരു ആളുകളോട്, അതായത് കലിയോടും അതുപോലെ ദ്വാപരനോടും ഒരടുപ്പം ഇപ്പോൾ പുഷ്കരന് വരികയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങള് ഒരു തരത്തിലുള്ള അർത്ഥമില്ലാത്ത, ഒരിക്കലും പറയേണ്ടാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ നളന്റെ കുറ്റങ്ങളും എല്ലാം തന്നെ ഇവിടെ കലിയോട് പറയുന്നുണ്ട് പുഷ്കരൻ. രണ്ടാമത്തെ ചരണത്തിലെ വാക്കുകളിൽ നിന്ന് പുഷ്കരന് തനിക്കും ഒന്നുമില്ലാത്തതിന്റെ ഒരു സങ്കടവും അതുപോലെ നളനോടുള്ള അസൂയയും നിറയുന്നു നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും.
തനിക്ക് അധികാരമില്ല, രാജ്യമില്ല, സമ്പത്തില്ല എന്നിങ്ങനെയുള്ള ഒരു വേദന അയാളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുപോലെ നളനോടുള്ള ശക്തമായിട്ടുള്ള അസൂയയും അമർഷവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ആ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അരികിൽ എന്നുള്ള ആ ഒരു പല്ലവി തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. പഴുതേ ഞാൻ എന്തേ പല വക പറഞ്ഞു കേൾപ്പിക്കുന്നു, നളനു വേറെ കർമ്മം നമുക്ക് കർമ്മം വേറെ, നമ്മെ കൊണ്ട് ഉപകാരം നിങ്ങൾക്ക് എന്തോന്ന് വേണ്ടു. പഴുതേ എന്ന് പറഞ്ഞാൽ അർത്ഥം വെറുതെ എന്നാണ്. ഞാൻ എന്തിനാണ് ഈ പല വക കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുന്നത്? ഇതെല്ലാം നിങ്ങളോട് പറയേണ്ടതിന്റെ ആവശ്യം എന്താണ്? നളന് നളന്റെ കർമ്മം, എനിക്ക് എൻ്റെ കർമ്മം, എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തുപകാരമാണ് വേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. തന്നെ ആദ്യമായിട്ട് രണ്ടുപേര് കാണാനായിട്ട് വരുന്നത്, അതിന്റെ ആവേശത്തിലാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചിന്തിക്കാതെയാണ് പുഷ്കരൻ പറഞ്ഞത്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുഷ്കരന് തോന്നി ഇതൊന്നും വേണ്ട, ഇത്രയൊന്നും പറയുന്നതിന്റെ ആവശ്യമില്ല എന്ന് അയാൾക്ക് തോന്നുകയാണ്. പിന്നീട് ഒന്ന് മനസ്സ് ശാന്തമാക്കിയിട്ടാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം, എന്തിനാണ് നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നത്, എന്നെ കൊണ്ട് എന്തുപകാരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പുഷ്കരൻ കലിയോടും അതുപോലെ തന്നെ ദ്വാപരനോടും ചോദിക്കുന്നത്. അങ്ങനെ തന്നെ കാണാൻ ആദ്യമായിട്ട് രണ്ടുപേർ വന്നതിന്റെ സന്തോഷത്തിൽ എന്തുപകാരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പുഷ്കരൻ പിന്നെയും കലിയോടും അതുപോലെ തന്നെ ദ്വാപരനോടും ചോദിക്കുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. അസാവേരി ചെമ്പട. പദം 8 കലിയാണ് ഇനി സംസാരിക്കുന്നത്. പല്ലവി. പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ. പഴുതേ എന്ന് പറഞ്ഞാൽ വെറുതെ എന്നാണ് അർത്ഥം. പുഷ്കര നീ നിന്റെ ജീവിതം വെറുതെ ഫലമില്ലാതാക്കരുതെന്ന് പറയുകയാണ് കലി. പുഷ്കരന്റെ സംഭാഷണത്തിൽ നിന്നും അയാളുടെ മാനസികാവസ്ഥ അപ്പോൾ തന്നെ കൃത്യമായിട്ട് കലി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. കലി അയാളുടെ സുഹൃത്താണെന്നുള്ള ഒരു ഭാവത്തില് പുഷ്കരനെ ഉപദേശിക്കുകയാണ്. നീ നിന്റെ ജീവിതം വെറുതെ ആക്കി കളയരുതെന്നാണ് കലി ഇവിടെ പറയുന്നത്. പുഷ്കരന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അയാളെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള കലിയുടെ തന്ത്രമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പുഷ്കരൻ പറഞ്ഞ ഈ പഴുത എന്ന വാക്ക് വെറുതെയാണെന്ന സൂചന നൽകുന്നുവെങ്കിൽ കലി പറയുന്ന പഴുത എന്ന വാക്ക് അയാളിൽ ആത്മവിശ്വാസം നൽകാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അനുപല്ലവി. ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾ, മൽസഹായമുണ്ടായാൽ ഏവനും, നളനും നീയും ഭേദമെന്തിന്നിവിടെ, നാടുവാഴുക നളനെ വെന്നു സമ്പ്രതി. എന്റെ സഹായമുണ്ടെങ്കിൽ, ഇവിടെ സമ്പ്രതി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പോൾ എന്നാണ്. എന്റെ സഹായമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നാണ് പുഷ്കരനോട് ഇവിടെ കലി പറയുന്നത്. നീ അതൊന്ന് മനസ്സിലാക്കുക. നളനും നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഇപ്പോൾ നീ നളനെ തോൽപ്പിച്ച് നാട് വാഴണം, നളനെ തോൽപ്പിച്ച് നീ രാജാവാകണമെന്നാണ് ഇവിടെ പുഷ്കരനോട് കലി പറയുന്നത്. നീയും നളനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നീയും ക്ഷത്രിയനാണ്, നിനക്കും നളനെ പോലെ അതിനുള്ള കഴിവും അർഹതയും ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. അതിനുള്ളൊരു ആത്മവിശ്വാസം, അങ്ങനെയുള്ളൊരു പടയൊരുക്കം നടത്താനാണ്. നളനും പുഷ്കരനും തമ്മിലൊരു പ്രശ്നമുണ്ടാക്കാനായിട്ട് മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. അതുമാത്രമല്ല, ശക്തനായിട്ടുള്ള ഒരു സുഹൃത്ത് തനിക്കുണ്ടെന്നൊരു തോന്നൽ വരുത്താൻ കൂടി പുഷ്കരനെ ഇവിടെ കലിയുടെ വാക്കുകൾ സഹായിക്കുകയാണ്. കലി ഉണ്ടെങ്കിൽ തനിക്ക് എന്തും നേടാമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ട് കൊടുക്കുക കൂടിയാണ് ഇവിടെ ആര് ചെയ്യുന്നത്? കലി ചെയ്യുന്നത്. അപ്പൊ പുഷ്കരനോട് കലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചരണം. നേരെ നിന്നോടെടോ ഞാൻ പുനരാരെന്നും പറയാം, പാരിൽ എന്നെ ഇന്ന് ആരറിയാതവർ, വൈരി വൈരസേനിക്കിഹ ഞാൻ കലി, തവ ഞാൻ മിത്രം, തസ്യ നാടു ഞാൻ തേ തരുന്നു, ചൂതു പൊരുക പോരുക. ഇവിടെ വളച്ചുകെട്ടില്ലാതെ നേരെ തന്നെ കാര്യങ്ങൾ പറയുകയാണ് പുഷ്കരനോട് കലി. ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം, വളച്ചുകെട്ടൊന്നുമില്ലാതെ തന്നെ. ഈ ലോകത്ത് എന്നെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ഞാൻ വൈരസേനി എന്ന് പറഞ്ഞ നളൻ, വൈരസേനിയുടെ ശത്രുവായിട്ടുള്ള കലിയാണ്. നിനക്ക് ഞാൻ മിത്രമാണ്. അവന്റെ നാട് ഞാൻ നിനക്ക് തരുവാൻ പോവുകയാണ്. നീ ചൂത് കളിച്ച് അവനെ തോൽപ്പിക്കാനായിട്ട് തയ്യാറാവുക. ഇവിടെ പാരി എന്ന് പറഞ്ഞാൽ അർത്ഥം ഭൂമി എന്നാണ്. വൈരസേനി നളൻ എന്നർത്ഥം. വൈരി എന്ന് പറഞ്ഞാൽ അർത്ഥം ശത്രു എന്നാണ്. ഇഹ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ. കലി തന്നെ പുഷ്കരനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നിന്റെ ഏട്ടന്റെ ശത്രുവായിട്ടുള്ള കലിയാണ്, നിനക്ക് ഞാൻ മിത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ സമീപിക്കുന്നത്. അതുപോലെ തന്നെ പുഷ്കരന് തന്നോടൊരു അടുപ്പം ഉണ്ടാകണം, അതിനു വേണ്ടിയാണ് മിത്രമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പിന്നെയും കലി ആവർത്തിച്ചു പറയുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു അഹംഭാവമാണ്. കലിയുടെ അഹങ്കാരം നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാകും. തൻ്റെ മിത്രമായിട്ടുള്ള ഈ ഞാൻ, അതായത്
പുഷ്കരന്റെ മിത്രമായിട്ടുള്ള കലി എന്ന ഞാൻ നിനക്ക് വേണ്ടി ഈ രാജ്യം എങ്ങനെയും നേടിത്തരുമെന്നാണ് പറയുന്നത്. പുഷ്കരന്റെ ഉള്ളിൽ വല്ലാത്തൊരു മോഹം, അധികാരത്തിന്റെ ഒരു മോഹം വളർത്താനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നളനുമായിട്ട് ചൂതാട്ടത്തിന് തയ്യാറെടുക്കുക എന്നുകൂടി ഒരു ഉപദേശമാണ് ഇവിടെ അയാൾ നൽകുന്നത്. അവസാന ശ്ലോകത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചരണം. നിൽക്ക മതീയമതേ വിജയം നിശ്ചിതമാമിഹതേ വിക്രയം ഇല്ലെന്നാകിൽ എന്തടോ വൈക്ക ചൂതിനായി എന്നെ പണയം ധനവും ധാന്യം നാടുമൊക്കെയും കൈക്കലാക്കി അവനെ വിടുക വനഭുവി. ആ ഭാഗത്തിൽ പറയുന്ന അവസാന ഭാഗമാണ്. മതീയമതേ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്നർത്ഥം. വിക്രയം എന്ന് പറഞ്ഞാൽ പണയ വസ്തു. അതിന്റെ ആശയം ഇങ്ങനെയാണ് പറയുന്നത്: നീ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക, നീ എങ്ങനെയും ചൂത് കളിച്ച് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള നളനെ തോൽപ്പിക്കുക എന്നാണ് പുഷ്കരനോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിനക്ക് ഇവിടെ വിജയം ഉറപ്പാണ്. ചൂതിൽ പണയം വയ്ക്കാൻ നിനക്ക് ഒന്നുമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചൂതുകളിയിൽ നീ എന്നെ പണയം വെച്ചുകൊള്ളൂ എന്നാ പറയുന്നത്. ധനം, ധാന്യം, നാട് തുടങ്ങിയവയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് നളനെ കാട്ടിലേക്ക് വിടുക പുഷ്കര എന്നുകൂടിയാണ് ഇവിടെ കലി ഉപദേശിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്നും അങ്ങനെ ചെയ്താൽ നിനക്ക് വിജയം സുനിശ്ചിതമാണെന്നും അധികാരം നേടിയെടുക്കാൻ കഴിയുമെന്നും നളനെ കാട്ടിലയക്കാൻ കഴിയുമെന്നാണ് കലി പുഷ്കരനോട് പറയുന്നത്. ചൂതുകളിക്ക് നിനക്ക് പണയം വയ്ക്കാനായിട്ട് ഒന്നും നിന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാം. അത് ഓർത്ത് നീ വിഷമിക്കേണ്ട, ഞാൻ തന്നെ പണയ വസ്തുവായിട്ട് നിന്നോളാം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. ഇത് പുഷ്കരനെ സഹായിക്കാനുള്ള, അതുപോലെ തന്നെ സ്വാധീനിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം തന്നെയാണ്. കാരണം അപ്പോൾ മാത്രം പരിചയപ്പെട്ട കലി തന്നെ പുഷ്കരനു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ആത്മാർത്ഥതയിൽ ഒരിക്കലും പുഷ്കരൻ സംശയിക്കാൻ ഒരു തരത്തിലുമില്ല. അങ്ങനെ ചൂത് കളിച്ച് നളന്റെ സർവ്വസമ്പത്തും കൈക്കലാക്കി അയാളെ കാട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് തൻ്റെ അഭിപ്രായം നടപ്പിൽ വരുത്താനാണ് കലി പുഷ്കരനോട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കലി പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പാഠഭാഗത്തിന്റെ ശീർഷവും അനുയോജ്യമാണ്. ഇവിടെ കലി എന്ന് പറഞ്ഞ കഥാപാത്രം ഏറെ ക്രൂരത നിറഞ്ഞതാണ്. ഒരു ദമയന്തി എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. ഒരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ദേവനായിട്ടുള്ള കലിക്ക് അത് ഇഷ്ടപ്പെടാത്തത്. പോകുന്ന വഴിയില് ദേവേന്ദ്രനെയും മറ്റുള്ള ദേവന്മാരെ എല്ലാം കണ്ടപ്പോൾ പോലും അവര് പറഞ്ഞതാണ് അനാവശ്യ പ്രശ്നത്തിന് നീ പോകരുതെന്ന്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെയാണ് പുഷ്കരനെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും നളനെ നശിപ്പിക്കാനായിട്ട് കലി തയ്യാറെടുക്കുന്നത്. ഒന്നുമല്ലാത്തവൻ എന്നുള്ളൊരു തോന്നലുള്ള ഒരു കഥാപാത്രമാണ് ഇവിടെ പുഷ്കരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. തൻ്റെ ജ്യേഷ്ഠനോടുള്ള ഒരു അസൂയയും അമർഷവും എല്ലാം തന്നെ ആളിക്കത്തിക്കാനായിട്ട് ഇവിടെ കലിക്ക് കഴിയുന്നുണ്ട്. കലിയുടെ സഹായത്തോടുകൂടി പുഷ്കരൻ അധികാരത്തിലേൽക്കുന്നതും അതുപോലെ തന്നെ നളൻ കാട്ടിലേക്ക് ദമയന്തിയോടൊപ്പം ഒരു ഉടുതുണി പോലും ഇല്ലാതെ നടക്കേണ്ട അവസ്ഥയും എല്ലാം തന്നെയാണ് ബാക്കി ഭാഗത്തിൽ പറയുന്നത്. കഥകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. രസകരമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. നളന്റെയും ദമയന്തിയുടെയും ജീവിതവും കലി എങ്ങനെയാണ് പ്രതികാരം തീർത്തത്, അതുപോലെ തന്നെ പുഷ്കരൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ചിന്തകൾ എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഉണ്ണായി വാര്യര് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ കലിയെ പോലെയുള്ള ഒരുപാട് പേരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പുഷ്കരനെ പോലെയും ഒരുപാട് പേരെ കാണാനായിട്ട് കഴിയും. പ്രലോഭനത്തിലൂടെയും തെറ്റിലൂടെയും അതുപോലെ തന്നെ ഏതു വിധേനയും ആളുകളെ നശിപ്പിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും പലതരത്തിലുള്ള ഒരു പ്രലോഭനങ്ങൾ വരാം. പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾക്കും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ വരാം. തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള ചില ദുഷ്ടശക്തികളുടെ പ്രേരണ നിങ്ങൾക്കുണ്ടാവാം. അതിലൊന്നും വഴിപ്പെടാതെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ ശ്ലോകങ്ങൾ വരാം. അതുപോലെ തന്നെ പുഷ്കരൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവ രീതി, പലതരത്തിലുള്ള ചോദ്യങ്ങള്, പുഷ്കരന്റെ സ്വഭാവത്തിൽ വരുന്ന സവിശേഷതകള്, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, അതുപോലെ തന്നെ അയാളുടെ വാക്കുകളിൽ തെളിയുന്ന അർത്ഥങ്ങൾ എന്തെല്ലാം, അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനകത്ത് വരാം. ഇപ്പോ ഈ നമുക്കില്ല നാടും നഗരവും കുടവും ചാമരവും അമിത്രവീരന്മാരെ അമർക്കും വൻപടയും ബാഹുജൻ എന്നുള്ളതേ നമുക്കൊന്നേയുള്ളൂ മറ്റം. ഇതിൽ തെളിയുന്ന പുഷ്കരന്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്യുക. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അറിയാം പുഷ്കരന്റെ അവസ്ഥ, തന്നെ കാണാനായിട്ട് ആരും വരുന്നില്ല, ഭൂമിയിൽ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എപ്പോഴും എല്ലാവർക്കും നളനെ മാത്രം മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നളന്റെ അടുത്തേക്കാണ് എല്ലാവരും എത്തുന്നത് എന്നുള്ളൊരു പരാതിയുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ക്ഷത്രിയനാണ്, പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല, രാജ്യമില്ല, ഒരു തരത്തിലുള്ള അധികാര ചിഹ്നവുമില്ല എന്നുള്ള ഒരു വേദനയെല്ലാം തന്നെ പുഷ്കരന്റെ മനസ്സിലുണ്ട്. ഇതിങ്ങനെ ആളി കത്തിക്കാനായിട്ടാണ് ആര് ശ്രമിക്കുന്നത്? കലി ശ്രമിക്കുന്നത്.
അപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ പാഠഭാഗം ശ്രദ്ധിച്ച് വായിക്കുക. ആശയങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് സാറ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ നോക്കുക. അതിൽ കൃത്യമായിട്ട് എല്ലാ ആശയങ്ങളും വിശദാംശങ്ങൾ കിടക്കുന്നുണ്ട്, ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്, മുൻ ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്. ഈസിയാണ്, പക്ഷേ ചില ശ്ലോകങ്ങളൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വാക്കുകൾ കൃത്യമായിട്ട് വായിക്കുക, അർത്ഥമൊന്നും മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ പ്രേരണയിലും അതുപോലെ പ്രലോഭനത്തിലും വീഴാതെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം വീണ്ടും. താങ്ക് യു, നന്ദി.